ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെയും ഡിസ്കസ് ചെയ്യുന്നത് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഏത് ടോപ്പിക്കിൻ്റെ ടിപ്സ് ആയിട്ടാണ്, അതായത് നമ്മുടെ വൊക്കാബുലറിയുടെ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വൊക്കാബുലറിയിൽ തന്നെ മിസ്പെൽഡ് വേർഡ്സ് ആണ് ഇന്ന് നോക്കുന്നത്. വൊക്കാബ്സിൽ തന്നെ വൊക്കാബ്സ് നമുക്ക് പല കാറ്റഗറി ഉണ്ട്. അതിൽ മിസ്പെൽഡ് വേർഡ്സ് ആണ് നോക്കുന്നത്. നമ്മളിപ്പം സിനോണിംസും ആന്റോണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നോക്കുന്നില്ല, മിസ്പെൽഡ് വേർഡ്സ്. അപ്പോൾ ഈ മിസ്പെൽഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് ഒരു വേർഡിൻ്റെ 4 സ്പെല്ലിംഗ് തരും. ആൻഡ് ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞിട്ട് അതിലേതാണ് എറർ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ കാണുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതിലെപ്പോഴും മിക്ക കുട്ടികൾക്കും മാർക്ക് പോകുന്ന ഒരു ഏരിയയും കൂടെയാണ്. പക്ഷേ ഇതിലൊരു രസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് വേർഡ്സ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളതിനകത്ത് എത്രത്തോളം തെറ്റുകൾ വരുത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അറിയാവുന്ന വേർഡ്സ്, അറിയില്ലാത്ത വേർഡ്സ് ആണെങ്കിൽ നമുക്ക് എടുത്ത് പുതിയതായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷൻ, അതായത് അക്കോമഡേഷൻ, ഓക്യുപ്പേഷൻ, പൊല്യൂഷൻ, പോപ്പുലേഷൻ, നെസസറി, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് നമുക്ക് തെറ്റ് വരുന്നത്. 2 S ഉണ്ടോ 2 P ഉണ്ടോ, ഇതിലൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് നടത്തുക. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എവിടെയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞ് അവരോട് നമുക്ക് കുറച്ച് വേർഡ്സ് ഒന്ന് ഇടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ചിരുന്ന് ചെയ്യാം. പക്ഷെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും കുറച്ച് വേർഡ്സ് നിങ്ങൾ തന്നെ എഴുതി നോക്കുക. കറക്റ്റ് സ്പെല്ലിംഗ് ആണോ, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തെറ്റിപ്പോകുന്ന വേർഡ്സ് നിങ്ങൾ തന്നെ എന്തെങ്കിലും ട്രിക്സോ എന്തെങ്കിലും ടിപ്സൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് ഓർത്തിരിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ ഒരു വേർഡ് എടുക്കുവാണ്, ദാറ്റ് ഈസ് ടുമോറോ എന്ന് പറയുന്ന ഒരു വേർഡ്, നാളെ എന്ന് പറയുന്ന വേർഡ്. ആൻഡ് ഇതിൽ ഞാൻ ഒരു സ്പെല്ലിംഗ് തന്നു. നമുക്ക് എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ തരാം. 2 M തരാം, എന്നിട്ട് 2 R, അല്ലെങ്കിൽ 2 M തന്നിട്ട് 1 R തരാം, അല്ലെങ്കിൽ 1 M തന്നിട്ട് 2 M അതുപോലെ തന്നെ 2 R 2 O തരാം. ഇങ്ങനെ പല സ്പെല്ലിംഗ് തരാം. നമുക്കിങ്ങനെ തരുമ്പോൾ ശരിക്കും നമുക്ക് ഈ ടുമോറോയുടെ സ്പെല്ലിംഗ് അറിയാമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുമായിരിക്കും. പക്ഷേ എല്ലാ സ്പെല്ലിംഗ് കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് ഇതിൽ നമ്മൾ കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾക്ക് ടുമോറോ അറിയായിരിക്കും, വേറെ ഏതെങ്കിലും വേർഡിലായിരിക്കും കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ട്രിക്സും ഒക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് തെറ്റുന്ന വേർഡ്സ് എങ്ങനെയും ഒന്ന് ഓർക്കുന്ന രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റില്ല. ആൻഡ് ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ആദ്യത്തെ തന്നെയാണ്. ആൻഡ് ഇത് ഓർത്തിരിക്കാനായിട്ടൊരു ടുമോറോ തെറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു സിമ്പിളായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ടോം ഓർ റോ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, ടോം അല്ലെങ്കിൽ റോ എന്ന് ഓർത്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ടുമോറോ ആയി. കാരണം 2 R ഉള്ളത്. ടോം ഓർ റോ. പലർക്കും ഉള്ള കൺഫ്യൂഷൻ 2 M ആണോ 2 R ആണോ എന്ന കൺഫ്യൂഷനാണ്. പക്ഷേ ഇനി ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി വേറൊരു വേർഡ് നമുക്ക് നോക്കാം. ഞാൻ വേറൊരു വേർഡ് നിങ്ങൾക്ക് എടുത്തു തരാം. ദാറ്റ് ഈസ് അസാസിനേഷൻ ഒക്കെ യൂഷ്വലി കൺഫ്യൂഷൻ വരുന്ന വേർഡാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പം ആദ്യത്തേൽ മാത്രം 2 S തന്നിട്ട് പിന്നത്തേൽ 1 S തരാം, അല്ലെങ്കിൽ ആദ്യത്തേൽ 1 S രണ്ടാമത്തേൽ 2 S തരാം. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമ്മളോട് ഇത് ചോദിക്കാം. അഗെയിൻ ഇവിടെ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? അഗെയിൻ ആദ്യത്തെ തന്നെയാണ് കറക്റ്റ്. ആൻഡ് ഇത് ഓർത്തിരിക്കാനും ഒരു ട്രിക്കുണ്ട്. 2 S ഉണ്ടെന്നുള്ളത് രണ്ടിടത്തും 2 S ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ അഗെയിൻ ഇതിനെയും ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആസ് ഐ നേഷൻ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ആസ് ഐ നേഷൻ സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇങ്ങനെ ഓർത്തിരിക്കാം, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ ദേശത്തെ 2 കഴുതയാണ് എന്ന് ഓർത്തിരിക്കാം, അല്ലേ? 2 കഴുത. ആസ് ഐ നേഷൻ.
എന്ന് ഓർത്തിരുന്നാലും അതും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് നിങ്ങൾ തന്നെ ഓർക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് കോഡുകളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ട ഒരു ട്രിക്ക് പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. കൺഫ്യൂഷനുള്ള വേർഡ്സ് നമ്മൾ തന്നെ നോക്കിയാലേ കാര്യമുള്ളൂ. ആൻഡ് വേറൊരു വേർഡ് ഞാനിപ്പോൾ തരാം. നിങ്ങൾക്ക് വേറൊരു വേർഡ് നമുക്ക് നോക്കാം. ടുഗെദർ. ടുഗെദർ. ഇങ്ങനൊരു വേർഡ്. ഇവിടെ പലർക്കുമുള്ള സംശയമാണ്, ഇവിടെ എ ഉണ്ടോ, എന്താണ് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ടുഗെദർ എന്ന് പറയുമ്പോഴും നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന ടു ഗെറ്റ് ഹെർ, ടു ഗെറ്റ് ഹെർ എന്നൊരു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് എളുപ്പമാണ്. ടു ഗെറ്റ് ഹെർ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫോംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വേർഡ്സ്, കാലണ്ടർ, സെൻറ്റൻസ് അല്ലെങ്കിൽ റിസീവ്, ഇങ്ങനത്തെ വേർഡ്സൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇതിൻ്റെയൊക്കെ കറക്റ്റ് സ്പെല്ലിംഗ് നമുക്ക് അറിയാമെന്ന്, പക്ഷേ ചിലപ്പം ഇ ആയിരിക്കും, എ ആയിരിക്കും, ഇങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരും. ആൻഡ് ഒരു കാര്യം കൂടെ നമ്മുടെ വൊക്കാബുലറിയെ പറ്റി പഠിക്കാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട്. ചില സ്പെല്ലിംഗ് ഉണ്ടല്ലോ, അമേരിക്കൻ ഇംഗ്ലീഷിൽ ഒരു സ്പെല്ലിംഗ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഒരു സ്പെല്ലിംഗ്. നമുക്ക് നോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് SSC എക്സാമിനൊക്കെ സാധാരണ നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ യൂഷ്വലി SSC എക്സാം പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും SSCക്ക് ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രോഗ്രാം, കളർ, ഫേവറേറ്റ് ഇങ്ങനത്തെ വേർഡ്സൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ വൊക്കാബിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കോഡ് വെച്ചിട്ട് പഠിക്കുക. ഞാൻ 2-3 കോഡ്സൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക ആൻഡ് അത് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അടൂര് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.